തൃശൂരിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്നും ഇനി ഒരു സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയും തൃശൂരിൽ ജയിക്കില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ വിജയിക്കുമെന്നും സുരേഷ് ഗോപി മൂന്നാമത് പോകുമെന്നും അവകാശപ്പെട്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ്. അല്ല, ഇതിപ്പം ബി.ജെ.പിക്ക് ഇനിയും കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ള രീതിയിലാണ് മുരളീധരൻ പറഞ്ഞു വരുന്നത്. ഈ ബി.ജെ.പിയെ നിയമത്ത് തോൽപ്പിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റും കൂടി മുരളീധരനുണ്ട്. അങ്ങനെയുള്ള മുരളീധരനാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ പോയി നിലം തൊടാതെ പോരുകയും ചെയ്തു. കോൺഗ്രസ്സുകാർ മൊത്തത്തിലും കാലുവാരിയെന്നും പറയുന്നുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി പദവി കിട്ടിയിട്ടില്ല, ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന സഹമന്ത്രിയല്ലേ എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളുടെ സഹായം കൊണ്ടാണല്ലോ നിങ്ങൾ ജയിച്ചത്, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള മട്ടിലാണ് സഹമന്ത്രിയിൽ ഒതുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ഈ സുരേഷ് ഗോപിയിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച കേന്ദ്രീകരിച്ച് പോകുന്നതല്ലേ. ഈ ബി.ജെ.പിയുടെ ഈ വോട്ട് കള്ള വോട്ടെന്നും പറഞ്ഞുള്ള ഇതിൽ മുഴുവനായിട്ട്. അപ്പോൾ 19 MP-മാരെ കുറിച്ച് ചർച്ചയില്ല. അപ്പോൾ ഇത് സുരേഷ് ഗോപി ജയിച്ചത് 750-ൻ്റെയോ 7500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊന്നും അല്ല, 75,000 വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷം ഉള്ളതല്ലേ. എന്നാൽ പിന്നെ ഇതിനെ തൃശ്ശൂരിനേക്കാൾ കൂടുതലായിട്ട് വിജയസാധ്യതയും വിജയം കൊയ്യണമെന്നും ആഗ്രഹിച്ച മണ്ഡലം തിരുവനന്തപുരം അല്ലായിരുന്നു. അവിടെ വേണമെങ്കിൽ ഇവർക്ക് നോക്കാമായിരുന്നല്ലോ ബി.ജെ.പിക്ക്. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലം വിജയത്തിനോടടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. എന്തുകൊണ്ട് അവിടെ ചെയ്തില്ല? ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ മാത്രമാണെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ബി.ജെ.പി എവിടെ സ്പേസ് വെച്ചോ അവിടത്തേക്കാണ് ഈ മറ്റു മുന്നണികളുടെ എല്ലാം നോട്ടമെന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ ഇനി അങ്ങോട്ട് മൂർച്ച കൂട്ടി പറയുമെന്ന്. കാരണം അതാണ് ഈ സുനിൽകുമാർ ഒരു വർഷമായി നിലവിളിയാണ്, കരച്ചിലാണ്. മറിച്ച് മുരളീധരൻ അത്രത്തോളം വിമർശനം ഉന്നയിക്കുന്നില്ല, തൻ്റെ പരാജയം അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം? അല്ല, സുനിൽകുമാർ ഇത്രയും നിലവിളി വരാൻ കാര്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബോധപൂർവം തന്നെ തോൽപ്പിച്ചതാണ്. ആ തോൽപ്പിച്ചതിനകത്ത് CPM-നും പങ്കുണ്ട്. അല്ലാതൊരു മത്സരം നടന്ന് അതിൽ ബി.ജെ.പിയോ കോൺഗ്രസോ ശരിയായ രീതിയിൽ ജയിച്ചു പോകട്ടെ. അതല്ല, CPM-ൻ്റെ സഹായത്തോടുകൂടി ജയിച്ചു എന്നുള്ളത് നമുക്കറിയാം. തൃശ്ശൂർ പൂരം കലക്കലും ഒക്കെ ഇതിന് പിന്നിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇനിയും പറയുന്നുണ്ട് 2026-ലും ചില സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ ബി.ജെ.പിക്ക് വേണ്ടി CPM കളം ഒരുക്കി കൊടുക്കുന്നുണ്ട്, ജയിക്കാൻ സാധ്യതയുള്ള. അതായത് CPM-ൻ്റെ ഒട്ടും വിജയസാധ്യത ഇല്ലാത്ത ചില കുട്ടി നേതാക്കന്മാരെ കൊണ്ടുപോയി അവിടെ നിർത്തും. അപ്പോൾ ബി.ജെ.പിയുടെ സാധ്യത വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നിടം വരെയും കേന്ദ്രത്തിൻ്റെ സുരേഷ് ഗോപി ഇങ്ങനെ ഇത്തരത്തിലുള്ള ശകാര വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതെന്തെന്ന് ചോദിച്ചാൽ ഇനി കേരളത്തിൽ ഒരിടത്തും ബി.ജെ.പിയെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി കോൺഗ്രസ് മൂർച്ച കൂട്ടുക തന്നെ ചെയ്യും. കാര്യം 26-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും. കാരണം ബി.ജെ.പി വിജയിക്കും തോറും കോൺഗ്രസിന് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മത്സരം കടുക്കും. ഈ മുരളീധരൻ പറയുന്നത് ഇനി തൃശ്ശൂരിൽ ബി.ജെ.പി വിജയിക്കില്ലെന്നാണ്. നേമത്തെ പരാജയത്തിന് ശേഷം ബി.ജെ.പി പറഞ്ഞത് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു വിജയം മുരളീധരനെ തേടിയെത്തില്ലെന്നാണ്. അത് നാം കണ്ടല്ലോ. നേമത്ത് പരാജയപ്പെട്ടു, തൃശ്ശൂരിലും പരാജയപ്പെട്ടു. ഇനി എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അവിടെയും പരാജയപ്പെടുത്തുമല്ലോ. മുരളീധരൻ ഇപ്പോൾ നോക്കി നടക്കുന്നത് തിരുവനന്തപുരത്ത് എങ്ങനെയും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്, തരൂരിൻ്റെ ചാട്ടത്തില്. പക്ഷെ തരൂർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരനക്കവും ഇല്ലാതെ നിൽക്കുകയാണ്. ഈ കള്ളവോട്ടെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ്. അതിന് പക്ഷെ അങ്ങനെ ഇല്ല. അതിൻ്റെ ന്യായമായ രീതിയിലുള്ള സമീപനം മാത്രമേ തരൂർ നടത്തുന്നുള്ളൂ. ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണം, അതിൻ്റെ യഥാർത്ഥമായ സ്ഥിതി എന്താണെന്നുള്ളത് അറിയിക്കണം. അതാ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അത് മാത്രമേ തരൂർ പറയുന്നുള്ളൂ. അപ്പം മുരളീധരൻ ഏത് തരത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ, മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ MLA അല്ല, MP അല്ല,
2026 ഇനി ഇവിടെ ഹൈക്കമാൻഡിൽ എന്തൊക്കെ കളി ഇവർ നടത്തുമെന്ന് അറിയത്തില്ല. കാരണം മുരളീധരനെ ജയിപ്പിച്ചു കൊണ്ടുവരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല, എവിടെങ്കിലും തോൽക്കുന്ന ഇടങ്ങളിൽ. അതുകൊണ്ടാണ് മുരളീധരൻ മുൻകൂർ ജാമ്യം എടുത്ത വട്ടിയൂർക്കാവിലേക്ക് ഞാനില്ല, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മുരളീധരന്റെ പ്രിയപ്പെട്ട മണ്ഡലമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോകും, അവിടെ നിൽക്കത്തില്ല. മുരളീധരൻ അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ ഗുരുവായൂരിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കൊടുവള്ളി ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കായിരിക്കും സാധ്യത. ലീഗിന്റെ സീറ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പക്ഷെ ഗുരുവായൂർ സാധ്യത കുറയുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ സന്ദീപ് വാര്യന് ഗുരുവായൂർ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. സന്ദീപ് വാര്യൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ആളല്ലേ. സന്ദീപ് വാര്യർക്ക് വളരെ സേഫായിട്ടുള്ള ഒരു ഇടം അവർ കൊടുക്കും. കാരണം പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഇങ്ങോട്ടേക്ക് ചാടി വന്നത്. അപ്പോൾ മുരളീധരന് ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുരളീധരനെ ഒരുപാടിട്ട് ഇവർ കറക്കി. തെക്കോട്ട് പോയി, വടക്കോട്ട് പോയി, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എല്ലാറ്റിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു രക്ഷകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിയമത്തിൽ അതാണ് രക്ഷകൻ അവസാനം നേർച്ചക്കോഴിയായല്ലേ. അതെ, നേർച്ചക്കോഴിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം തിരുവനന്തപുരത്ത് അഥവാ തരൂർ അങ്ങോട്ട് ചാടിപ്പോയാൽ, ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മുരളീധരനെ ഇവിടെ മുരളീധരൻ നിൽക്കണം എന്നും ആ മോഹമുണ്ട്. പക്ഷെ പാർട്ടി എത്ര കേൾക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ തരൂരിന് ഇക്വലൻ്റായിട്ട് വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. തരൂര് ഒരു തരത്തിൽ മികച്ചു നിൽക്കുന്നതായിരിക്കും. ഈ മുരളീധരനെ വലിയ രീതിയിൽ തന്നെ എല്ലാ കാലത്തും പരാജയപ്പെടുത്താനുള്ള ശ്രമം ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണല്ലോ മുരളീധരനെ. അതെ, അതുണ്ട്. മുരളീധരന് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വിജയിക്കുന്നു. മുരളീധരൻ മന്ത്രിയായാലേ പറ്റുള്ളൂ. അത്രയും മുതിർന്ന നേതാവാണ്. മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാകാനും യോഗ്യനാണ്. പക്ഷെ അതിലും സീനിയറായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എത്ര പേരാണ് നമ്മൾ നോക്കിയാൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിൽക്കുന്നത്? ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, കെ സുധാകരൻ മാറുമോ? സുധാകരനും ആഗ്രഹമില്ലേ? പിന്നെ ഇനിയിപ്പോൾ VM സുധീരൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. സുധീരൻ അങ്ങനെ സുധീരനെ കാരണം 2021 പത്മജ അവിടെ പരാജയപ്പെട്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. വലിയ വിജയിച്ച ആൾ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു. 1000 വോട്ടിനേ ഉള്ളൂ. അപ്പോൾ അവിടെ കൂടുതൽ സാധ്യതയുണ്ട്. VM സുധീരന് അവിടെ ജയസാധ്യതയുള്ള ഇടമാണ്. VM സുധീരൻ വന്ന സുധീരൻ എന്താ മുഖ്യമന്ത്രി പദത്തിലേക്ക് നോട്ടമില്ലേ? പിന്നെ മുരളീധരൻ എന്താ? ഇവരെല്ലാം യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഒരാളെ ചവിട്ടിത്താഴ്ത്താമെങ്കിൽ ചവിട്ടിത്താഴ്ത്താം. അപ്പോൾ മുരളീധരൻ ഈ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ പിന്നിൽ നിന്നും ഒക്കെ കുത്തിയവർക്ക് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് കുത്തിയല്ലോ, അവരൊക്കെ പല കാര്യങ്ങളും ഇനി നേരിടേണ്ടി വരും എന്ന്. മുരളീധരൻ ആർക്കും സ്വസ്ഥത കൊടുക്കാൻ പോകുന്നില്ല. ഇനിയും മുരളീധരനെ എങ്ങാനും നിയമസഭാ ഇലക്ഷൻ നിർത്തി പരാജയപ്പെടുത്തിയാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർ നേരെ ചൊവ്വേ ഇരുന്ന് ഭരിക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.